Good morning, students. Today we are going to discuss a new chapter, that is Unit 11, Remedies for Breach of Contracts. So, there are many options. There are many options available in law in case of breach of contract. Where there is a breach of contract, the affected parties has lot of options available. Before discussing about the option available for breach of contract, firstly we have to discuss about what is breach of contract. Before discussing about the remedies that are available for breach of contract, first we have to discuss what is breach of contract. So remedies of breach of contract means എന്താണ് പ്രതിവിധി, ഒരു കോൺട്രാക്റ്റ് ലംഘിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രതിവിധി എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കോൺട്രാക്റ്റ് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. A contract can said to be breached or broken when either of the parties fails or refuses to perform its obligation or its promise under the contract. സോ ഒരു കോൺട്രാക്റ്റ് ലംഘിക്കപ്പെട്ടു എന്നല്ലെങ്കിൽ ബ്രീച്ച് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ പാർട്ടീസ്, ഇവിടെ പാർട്ടീസ് എന്ന് പറയുന്നത് പ്രോമിസറും പ്രോമിസിയും, ഇതിലേതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യുക, പ്രോമിസ് നിറവേറ്റാതിരിക്കുക, അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ പറയുന്ന ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാതിരിക്കുക, ആ അവസ്ഥേനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പെർഫോമൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിക്കുന്നത്. അപ്പോൾ വെൻ ദർ ഇസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ദ അഫക്റ്റഡ് പാർട്ടീസ്, ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു വ്യക്തി പെർഫോം ചെയ്യാൻ തയ്യാറായിരിക്കും, അതുപോലെ ഒരു വ്യക്തി റെഫ്യൂസ് ചെയ്യും, എന്ത് ചെയ്യുക, പെർഫോം ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ മറ്റു വ്യക്തിക്ക് ലോസ് സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, പ്രോമിസി പെർഫോം ചെയ്യാൻ റെഡിയാണ്, പക്ഷെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്നില്ല. ആ സമയത്ത് പ്രോമിസിക്ക് കുറച്ച് ലോസസ് സംഭവിക്കുകയാണെങ്കിൽ അയാളാണ് എഫക്റ്റഡ്. ഈ ഒരു കോൺട്രാക്റ്റ് വഴി അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെൻറ്റ് വഴി അയാൾക്ക് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അയാളാണ് അഫക്റ്റഡ് പാർട്ടി. അപ്പോൾ ഈ അഫക്റ്റഡ് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ അഫക്റ്റഡ് പാർട്ടിയുടെ റൈറ്റ്സ് സംരക്ഷിക്കാൻ വേണ്ടി ലോ കുറച്ച് ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൻ ദർ ഇസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ദ അഫക്റ്റഡ് പാർട്ടി ഹാസ് ഓപ്ഷൻസ് അവൈലബിൾ. ദ ലോജിക് ഈസ് ദാറ്റ് ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് affects the rights of parties, and when the right is affected there is some remedy provided by law. The affected party has one or more of the following option in case of breach of contract. അപ്പോൾ ഇത്തരത്തിലൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ ഈ അഫക്റ്റഡ് പാർട്ടീസിനെ റൈറ്റ്സ്, അഫക്റ്റഡ് പാർട്ടീസിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമം കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് the first one is rescission of contract, second one is suit for damages, third one suit for injunction, suit for quantum meritum, suit for specific performance. So these are the options available for breach of contract. അപ്പോൾ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് rescission of contract. So rescission of contract, rescission is revocation of contract. When the contract is broken by one party, the other party may sue for rescission and refuse further performance. He is free from all obligation under the contract. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ റിസിഷൻ നമുക്ക് കോൺട്രാക്റ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിസിഷൻ ആണ്. റിസിഷൻ എന്ന് പറഞ്ഞാൽ റിവോക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്, വിച്ച് മീൻസ് ക്യാൻസലിങ് ദ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. അതായത് ഒരു പാർട്ടി അവരെ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ബ്രോക്ക് ചെയ്യാണ്, ഒരു പാർട്ടിയാണ് ബ്രോക്ക് ചെയ്യുന്നതെങ്കിൽ അതർ പാർട്ടിക്ക് എന്ത് ചെയ്യാം, അവർക്ക് സ്യൂ ചെയ്യാം, അവർക്ക് കേസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫർദർ പെർഫോമൻസിന് ഇവർക്കും നിരസിക്കാനായിട്ട് സാധിക്കും. ആ കോൺട്രാക്റ്റ് തന്നെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അയാളുടെ പറയുന്ന വ്യക്തിയുടെ എല്ലാ ഒബ്ലിഗേഷൻസും, അയാളുടെ എല്ലാ കടമകളും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും ഉപേക്ഷിക്കാനായിട്ട് ആ കോൺട്രാക്റ്റിൻ്റെ പരമായിട്ട് വരുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റ് മുഖാന്തരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഒബ്ലിഗേഷൻസും അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കോൺട്രാക്ട് ലോ,
In contract law, the rescission is an equitable remedy which allows a contractual party to cancel the contract. The parties may rescind if they are the victims of violating factors such as misrepresentation, mistake, duress or undue influence. ഇനിയിപ്പോൾ കോൺട്രാക്റ്റ് ഈ പറയുന്ന കോൺട്രാക്ട് ലോ അനുസരിച്ച് റിസിഷൻ അല്ലെങ്കിൽ ക്യാൻസലേഷൻ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെമഡി അല്ലെങ്കിൽ പ്രതിവിധി എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്. കാരണം കോൺട്രാക്റ്റ് എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന മിസ്റെപ്രസെൻറ്റേഷനിലോ മിസ്റ്റേക്കിലോ ഡ്യൂട്രസിലോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ടാണെങ്കിൽ കോഴിഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ ഒരു പ്രതിവിധി അല്ലെങ്കിൽ റെമഡി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആ കോൺട്രാക്റ്റ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുക. ഇത്തരത്തിലൊരു വിക്ടിംസ് ആണെങ്കിൽ അത്തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു റെമഡി ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ. റിസിഷൻ ഇസ് അണ്ടർവെയിനിങ് ഓഫ് എ ട്രാൻസാക്ഷൻ. ദിസ് ഇസ് ഡൺ ബൈ ബ്രിങ്ങിങ് ദ പാർട്ടീസ് സോ ഫാർ പോസിബിൾ ബാക്ക് ടു ദ പൊസിഷൻ ഇൻ ദേ ആർ ബിഫോർ ദേ എൻറ്റേർഡ് ഇൻ ടു ദ കോൺട്രാക്ട്. അപ്പോൾ റിസിഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ആ പാർട്ടീസ് ഏതൊരു പൊസിഷനിലായിരുന്നോ ആ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. ഈ കോൺട്രാക്റ്റിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ലോസുകളും തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ ലോസുകളും എന്ത് ചെയ്തുകൊണ്ട് കവർ ചെയ്തുകൊണ്ട് അവരെ നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് റിസിഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റിസിഷൻ ഇസ് അണ്ടർവെയിനിങ് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് ഡൺ ബൈ ദ പാർട്ടീസ് ആസ് ഫാർ ആസ് പോസിബിൾ to the പൊസിഷൻ വിച്ച് ദേ ഹാഡ് ബിഫോർ എൻറ്റേർഡ് ഇൻ ടു ദ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അവർ ഏത് പൊസിഷനിലായിരുന്നോ ആ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു റിസിഷൻ നമ്മൾ കൊണ്ടുവരുന്നത്. നൗ ചില കേസസ്, അതായത് കോർട്ട് മേ ഗ്രാൻഡ് റിസിഷൻ ഇൻ ഫോളോയിങ് കേസസ്. ചില കേസസിൽ കോർട്ട് എന്ത് ചെയ്യുന്നു? റിസിഷന് അനുവദിക്കാറുണ്ട്. അത് ഏതൊക്കെ കേസാണെന്ന് നോക്കാം. where the contract is voidable at the option of plaintiff. Plaintiff എന്ന് പറഞ്ഞാൽ ആരാണ്? who is giving the who files a plaint, which means വാദി എന്ന് പറയും നമ്മൾ. അതായത് കേസ് കൊടുക്കുന്ന വ്യക്തി, അത് അയാൾ എന്ത് ചെയ്യുന്നു? സിവിൽ കേസ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യണം, കാരണം എന്നെ മിസ്റെപ്രസെൻറ്റേഷനിലോ മിസ്റ്റേക്കിലോ അല്ലെങ്കിൽ കൊറൂഷനിലൂടെയാണ് ഇത്തരത്തിലൊരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്ന് എന്ത് ചെയ്യണം? വാദി എന്ത് ചെയ്യുന്നു? ഒരു റിട്ടേൺ സിവിൽ കേസ് അല്ലെങ്കിൽ ഫയൽ ചെയ്യുകയാണ്. ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കോർട്ടിന് എന്ത് ചെയ്യാം? കോർട്ടിന് വോയിഡബിൾ ആയിട്ട് ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആയിട്ട് പ്രഖ്യാപിക്കാവുന്നതാണ് ആ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വെൻ ദ കോൺട്രാക്റ്റ് ഈസ് അൺലോഫുൾ ആണ്. ദാറ്റ് മീൻസ് for causes not apparent on its face and the defendant is more blamed than the plaintiff. അപ്പോൾ ഇവിടെ ഡിഫൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൻഡൻ്റ് മീൻസ് പാർട്ടി എഗെയിൻസ്റ്റ് ദ പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ പ്രതിഭാഗത്ത് നിൽക്കുന്നവർ, അവരെയാണ് നമ്മൾ ഡിഫൻഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൻഡൻറ്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന പ്ലെയിൻറ്റിഫിന് കൂടുതൽ ലോസും അതുപോലെ പ്രോഫിറ്റ് മൊത്തം അല്ലെങ്കിൽ കൂടുതൽ ബെനഫിറ്റ് എന്ന് പറയുന്നത് ഡിഫൻഡൻറ്റിനാണെങ്കിൽ അവിടെ എന്താണ്? ഒരു സിവിൽ കേസ്, ഓപ്പോസിറ്റ് പാർട്ടിക്ക് സിവിൽ കേസ് പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? അവിടെയും കോർട്ടിന് തോന്നുകയാണ് ഇത്തരത്തിലൊരു അൺലോഫുൾ ആയിട്ടുള്ള കോൺട്രാക്റ്റിലാണ് ഇവർ എൻ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഫീൽ ചെയ്താൽ അവിടെയും കോർട്ടിന് എന്ത് ചെയ്യാം? അവിടെയും റിസിഷൻ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വിധിക്കാവുന്നതാണ്. ഇനി however the court may refuse to grant റെസിഷൻ ഇൻ ഫോളോയിങ് കേസസ്. ചില കേസസിൽ കോർട്ട് റെഫ്യൂസ് ചെയ്യും റെസിഷൻ. അത് ഏതൊക്കെ കേസാണ് നോക്കാം. The first one is where the plaintiff has expressly or impliedly ratified the contract. എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലിയോ അല്ലെങ്കിൽ എക്സ്പ്രസ് ആയിട്ടോ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ കോൺട്രാക്റ്റ് അംഗീകരിച്ചുവെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് കോർട്ട് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി when owing to change the circumstances of the contract, the party cannot restore to the original position. റെസിഷൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് ആ എഫക്റ്റഡ് വ്യക്തിയെ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തതുകൊണ്ട് സർക്കംസ്റ്റൻസസ് അത്രത്തോളം വഷളായി. ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് പഴയ സ്ഥിതിയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു പൊസിഷനിലേക്ക് ആവാനായിട്ട് ഒരിക്കലും പറ്റാത്തത് കൊണ്ട് കോർട്ട് എന്ത് ചെയ്യില്ല? റിസിഷൻ ഗ്രാൻഡ് ചെയ്യില്ല. നെക്സ്റ്റ് ഇസ് വെൻ ദ തേർഡ് പാർട്ടീസ് ഹാവ് ഡ്യൂറിങ് സബ്സ്റ്റൻസ് ഓഫ് കോൺട്രാക്ട്
The acquired right is in the contract in good faith and for value. തേർഡ് പാർട്ടീസിന് ഇതിന് സബ്സ്റ്റൻസ് ഉണ്ട്, അതായത് റൈറ്റ്, ഈ കോൺട്രാക്റ്റിൻ്റെ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ റൈറ്റ് വാല്യൂ ഉണ്ട്. അതായത് ഈ കോൺട്രാക്റ്റ് മുഖാന്തരം മൂന്നാമതൊരു വ്യക്തിക്ക് ഈ കോൺട്രാക്റ്റിൽ എന്ത് വന്നു, ആ കോൺട്രാക്റ്റിൽ റൈറ്റ്സിൽ ഗുഡ് ഫെയ്ത്ത് വന്നു, അല്ലെങ്കിൽ അവർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. മൂന്നാമതൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിൽ ഈ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇനി ഒരിക്കലും ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഗുണമില്ല. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റ് കോർട്ടിന് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. Then where only a part of contract is sought to be rescind and such part is not severable from the rest of the contract. So ഇവിടെ only a part, ഒരു കുറച്ച് ഭാഗം മാത്രം എന്ത് ചെയ്തു, കുറച്ച് ഭാഗം മാത്രം റദ്ദാക്കി മറ്റ് ഭാഗം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കോൺട്രാക്റ്റിൽ നിന്ന് വേർതിരിച്ച് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ബ്ലെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ നമുക്കിനി അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അത്രയും ബ്ലെൻഡായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു റിസിഷൻ കൊടുത്തതുകൊണ്ട് അർത്ഥമില്ല, അവിടെയും എന്ത് ചെയ്യില്ല, കോൺട്രാക്റ്റ് സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് കോർട്ട് കോൺട്രാക്റ്റ് റിസിഷൻ ചെയ്യാത്തത്. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോവാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, സ്യൂട്ട് ഫോർ ഡാമേജസ് ആണ്. ഡാമേജസ് മീൻസ് വാട്ട്? ഡാമേജസ് ആർ monetary compensation allowed by court to injured party for the loss or injury suffered by him by the breach of contract. So damages are monetary compensations. Monetary compensation means money's worth. അപ്പോൾ പൈസ അല്ലെങ്കിൽ പൈസയ്ക്ക് തുല്യമായിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷൻ ആണ് കോർട്ട് ഡാമേജസ് ആയിട്ട് ഇൻജേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ ലോസ് സംഭവിച്ച വ്യക്തികൾക്ക് കൊടുക്കുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വരുമ്പോൾ. അതിനെയാണ് നമ്മൾ ഡാമേജസ് എന്ന് പറയുന്നത്. ദ വേർഡ് ഡാമേജസ് ലിറ്ററലി മീൻസ് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയും. അപ്പോൾ എന്ത് ലോസ് ആണ് ഇൻജേർഡ് പാർട്ടിക്ക് വന്നിരിക്കുന്നത് അവർക്ക് ഒരു കോമ്പൻസേഷൻ നൽകുക എന്നുള്ള അർത്ഥമാണ് ഡാമേജസിലൂടെ നമ്മൾ പറയുന്നത്. The object of awarding compensation for breach of contract is put the injured party in the same position in which he could have been had there been performance and not breach. അപ്പോൾ ഈ ഒരു ഡാമേജസ് കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ വ്യക്തി ഏതൊരു പൊസിഷനിലായിരുന്നു ആ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാമേജസിലൂടെ അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് കോർട്ട് അദ്ദേഹത്തെ എത്തിക്കുന്നത്. ദെൻ ഇൻ അതർ വേർഡ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു റിപ്പയർ ദ ലോസ്. അയാൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ എന്ത് ചെയ്യുക, റിപ്പയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഡാമേജസ് കൊടുക്കുന്നത്. Now there are certain types of damages. Now we can discuss about general or ordinary damages. These damages which arise naturally in the usual course of things from the breach of contract, only those losses which arises as natural or proximate consequences of the breach of contract would be claimed as general or ordinary damages. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് മുഖാന്തരം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ലംഘിക്കുന്നത് മുഖാന്തരം നാച്ചുറലായിട്ട് അല്ലെങ്കിൽ യൂഷ്വലി വരുന്ന ജനറലായിട്ട് വരുന്ന ഡാമേജസിന് ഏറ്റവും പ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കോൺസിക്വൻസ്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന കോസ്, അതായിരിക്കാം നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലൂടെ അതിൻ്റെ ഓർഡിനറി ഡാമേജസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതിലൊരു ലീഡിങ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡാമേജസിലെ ഒരു ലീഡിങ് കേസാണ് ഹാഡ്ലി വേഴ്സസ് ബെൻസൺഡേൽ. ദാറ്റ് ഈസ് ഹാഡ്ലി ആൻഡ് ബെൻസൺഡേൽ രണ്ട് വ്യക്തികളാണ്. ഇവിടെ ഹാഡ്ലിക്ക് ഒരു മില്ലുണ്ട്. ആ മില്ല് കുറച്ച് സ്റ്റീം എൻജിൻ ബ്രോക്കൺ ചെയ്തു. അതിൻ്റെ സ്ക്രാൻ ഷാഫ്റ്റ് ഒടിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സ്റ്റീം എൻജിൻ ബ്രോക്ക് ചെയ്തതിന് കാരണം ഈ ഒരു മില്ല് പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ മെയിൻ എൻജിന് എന്തോ തകരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാർട്ട്, ആ ഡാമേജ് ആയ ഷാഫ്റ്റ് എന്ത് ചെയ്യണം, ഒരു മാനുഫാക്ചറിങ് കമ്പനിയായ ജെയ്ക്ക് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ജെയ്ക്ക് കമ്പനിക്ക് ഈ പുതിയ ഒരു ഷാഫ്റ്റ് പണിയാൻ വേണ്ടിയിട്ട്, അതായത് ആ മെഷീൻ്റെ ഒരു ഭാഗം പണിയുന്നതിന് വേണ്ടിയിട്ട് ജോയ്സ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് ഫേമിലേക്ക് ഈ ഷാഫ്റ്റിൻ്റെ അതായത് ഒടിഞ്ഞുപോയ ഷാഫ്റ്റിൻ്റെ ഒരു ഭാഗം കൊണ്ടുപോയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അതുപോലെ വേറൊരെണ്ണം പണിതുകൊണ്ട് വന്നിട്ട് ഇതിലേക്ക് പിടിപ്പിച്ചാൽ മാത്രമേ ആ മില്ല് വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു
അതായത് ഈ ഒടിഞ്ഞുപോയ ഇത് കൊടുത്തുവിടുന്നത് ബി എന്ന് പറയുന്ന ഒരു കാരിയറിൻ്റെ കയ്യിലാണ്. ആ ബി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നെഗ്ലിജൻസ് കൊണ്ട്, ബി വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട്, നെഗ്ലിജൻസ് കൊണ്ട് അത് പ്രോപ്പർ ടൈമിൽ ഈ പറയുന്ന മാനുഫാക്ചറിങ് ഫേമിൽ എത്തിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ വന്നു. അതായത് പുതിയ ഒരെണ്ണം പണിതെടുക്കാനായിട്ടുള്ള ഈ പഴയത് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സമയമെടുത്തു. അപ്പോൾ ഈ സമയം എല്ലാം തന്നെ മില്ല് അടഞ്ഞു കിടന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹാഡ്ലിക്ക് ഒരുപാട് ലോസ് സംഭവിച്ചു, മില്ല് അടഞ്ഞു കിടന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ലോസായി. അപ്പോൾ അത് എന്താണ്, കോർട്ടിൽ അദ്ദേഹം കേസിന് പോയി. ബിക്കെതിരെയാണ് കേസിന് പോയത്. ഡാമേജസിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസാണ്. പക്ഷേ ഇതൊരു നാച്ചുറലായിട്ട് നിൽക്കുന്ന ഒരു കേസല്ല, അല്ലെങ്കിൽ നാച്ചുറൽ കോസ് കൊണ്ടല്ല, പ്രോക്സിമേറ്റ് കോസ് കൊണ്ടല്ല ഇത്തരത്തിലൊരു കേസ് വന്നത് എന്നുള്ളതാണ് വിധി വന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ അതായത് ബിയുടെ നെഗ്ലിജൻസ് കൊണ്ട് സംഭവിച്ചതാണ്, അതുകൊണ്ട് മില്ല് വർക്ക് ചെയ്തില്ല. ഇതൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു കോസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് കുറയുക എന്നുള്ളത് ഏറ്റവും അടുത്ത ഒരു കോസ് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ കേസ് അവർ കോർട്ട് ലോസ് ഓഫ് പ്രോഫിറ്റ് കൊടുത്തില്ല, ഡിസലോ ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു കോർട്ടിൻ്റെ ആ ഒരു കോർട്ട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. The court held that the plaintiff had recovered damages as may fairly and reasonably to be considered either arising naturally or as may reasonably be supposed to have been contemplated. അതായത് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കപ്പുറമുള്ള ഡാമേജസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ നിയർ കോസിന് മാത്രമേ അവിടെ ഡാമേജസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കോർട്ട് ഓഫ് പ്രോഫിറ്റ് ഡിസലോ ചെയ്തു. അപ്പോൾ ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഡാമേജസിനാണ് നമ്മൾ ജനറൽ അല്ലെങ്കിൽ ഓർഡിനറി ഡാമേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പെഷ്യൽ ഡാമേജസ്. Special damages means the damages that are compensation amount which may be claimed by aggrieved party over and above the ordinary damages because of special circumstances. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഈ പറയുന്ന നാച്ചുറൽ അല്ലെങ്കിൽ ഓർഡിനറി ഡാമേജസിന് മുകളിൽ കുറച്ച് കോമ്പൻസേഷനും കൂടി ക്ലെയിം ചെയ്യും ഈ പറയുന്ന അഗ്രീവ്ഡ് പാർട്ടീസ്. ആരാണോ ഈ ഒരു പ്രശ്നം സഹിക്കേണ്ടി വന്നത് ആ വ്യക്തികൾ, അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുന്നത്. അതിനൊരു കേസ് ലോ നോക്കുക. ദാറ്റ് ഈസ് Simpsons versus London and NW Rail Company in 1876. ഈ ഒരു ഫേമസ് കേസ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് സാമ്പിൾ ഓഫ് ഗുഡ്സ് റെയിൽവേ കമ്പനി എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഷോ ഗ്രൗണ്ടിലേക്ക് ന്യൂ കാസിൽ എന്ന് പറയുന്ന ഷോ ഗ്രൗണ്ടിലേക്ക് കുറച്ച് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഒരു ഏജൻറ്റ് ഗുഡ്സ് അയക്കുന്നുണ്ട് റെയിൽവേ കമ്പനിയുടെ മുഖാന്തരം. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് മസ്റ്റ് ബി അറ്റ് ന്യൂ കാസിൽ മൺഡേ സർട്ടൺ. അതായത് ന്യൂ കാസിലിൽ ഈ പറയുന്ന ഷോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എപ്പോൾ എത്തണം, ആ എക്സിബിഷന് വേണ്ടിയിട്ട് മൺഡേ തന്നെ എത്തണം എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റെയിൽവേ കമ്പനി ഈ സാമ്പിൾസ് അവരുടെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അവർ ഡിലേ ആക്കിയത് മൂലം എന്ത് ചെയ്തു, ഈ സാമ്പിൾസ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഷോയ്ക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കോർട്ട് എസ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്തു, ഡാമേജസ് കൊടുക്കാം, ലോസ് ഓഫ് പ്രോഫിറ്റ്, ഷോയിൽ കുറച്ച് ലോസ് വന്നു, ആ ലോസിന് കോമ്പൻസേഷൻ കൊടുക്കാം എന്നാണ് വിധിച്ചത്. അപ്പോൾ അതാണ് സ്പെഷ്യൽ ഡാമേജസ്. നെക്സ്റ്റ് ഇസ് വിൻഡിക്റ്റീവ് ഓർ എക്സംപ്ലറി ഡാമേജസ്. അപ്പോൾ ഇവിടെ നമ്മൾ മാതൃകപരമായിട്ടുള്ള ഡാമേജസ് അല്ലെങ്കിൽ എന്താണ് ഒരാളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് നോക്കാം. അപ്പോൾ അവിടെ ഡാമേജസ് ദാറ്റ് ആർ യൂഷ്വലി അവാർഡഡ് ഓൺലി ഫോർ റിപ്പയറിംഗ് ദ ലോസ് ഓഫ് ഇൻജേർഡ് പാർട്ടി. ഒരു ഇൻജേർഡ് പാർട്ടീസിൻ്റെ ലോസ് കവർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഡാമേജസ് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ വിൻഡിക്റ്ററി ഓർ എക്സംപ്ലറി ഡാമേജസ് എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷൻ എക്സ്പെൻഷ്യൽ സിറ്റുവേഷൻസ് ആണ്. ചില എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസിൽ മാത്രമായി കോർട്ട് ഇത്തരത്തിലൊരു ഡാമേജസിന് ഓർഡർ ചെയ്യുള്ളൂ. അത് അയാളുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ കോർട്ടിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് റോങ് ഡുവറിനെ പണിഷ് ചെയ്യുക, ഇഞ്ചുറി കോസ് ചെയ്തതുകൊണ്ട് റോങ് ഡുവറെ പണിഷ് ചെയ്യുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു ഡാമേജസ് കൊടുക്കുന്നത്. അത് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, ബ്രീച്ച് ഓഫ് പ്രോമിസ് ടു മാരി
and dishonor a check by the banker wrongfully when he possesses sufficient funds to credit of the customer. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് ഇത്തരത്തിലൊരു ഡാമേജസിന് അവർ കോർട്ട് അംഗീകാരം കൊടുക്കുന്നത്. അതായത് മാരേജിൻ്റെ കേസിൽ വിവാഹം കഴിക്കാമെന്ന് പ്രോമിസ് കൊടുക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ബ്രീച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിസോണർ ഓഫ് ചെക്കിൽ ഇദ്ദേഹത്തിന് മതിയായ ബാലൻസ് ഉണ്ടായിട്ടും ബാങ്കർ എന്ത് ചെയ്യുന്നില്ല, അയാൾക്ക് ചെക്ക് ഓണർ ചെയ്യുന്നില്ല, ആ സമയത്തും എന്ത് ചെയ്യാം, ഇത്തരത്തിലൊരു ഡാമേജസിന് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് ഇസ് നോമിനൽ ഡാമേജസ്. നോമിനൽ ഡാമേജസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എക്സിസ്റ്റിംഗ് in name എന്ന് പറഞ്ഞാൽ നാമമാത്രമായിട്ടുള്ള ഡാമേജസ് ആണ്. ഇറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് നെയിം സെയിം കോമ്പൻസേഷൻ ആണ്. ദീസ് ആർ അവോയ്ഡഡ് ഇൻ സിറ്റുവേഷൻ where the injured party has not in fact suffered any loss by reason of the breach of contract. These damages merely acknowledge that plaintiff has proved his case. അപ്പോൾ ഇവിടെ നോമിനൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോളും നാമമാത്രമായിട്ടുള്ള കോമ്പൻസേഷൻ ആണ്, നെയിം സ്റ്റേക്ക് കോമ്പൻസേഷൻ ആണ്. ഇവിടെ ഈ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇൻജേർഡ് പാർട്ടിക്ക് സത്യം പറഞ്ഞാൽ ഇൻഫാക്റ്റിൽ യാതൊരു ഡാമേജസും ഈ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് മുഖാന്തരം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു ഡാമേജ് ചെറിയ എമൗണ്ട് ഓഫ് ഡാമേജസ് കോമ്പൻസേഷൻ എമൗണ്ട് വാങ്ങുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ പ്ലെയിൻറ്റിഫ് ആരാണോ വാദിച്ചത് ആ വ്യക്തി ഈ കേസ് ജയിച്ചു, അല്ലെങ്കിൽ ഈ കേസ് പ്രൂവ് ചെയ്തു, അയാളുടെ ഭാഗമാണ് ശരിയെന്ന് പ്രൂവ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഡാമേജസ് നമ്മൾ കോടതി കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ഓർ പെനാൽറ്റി. ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംടൈംസ് ദ പാർട്ടീസ് ടു ദി കോൺട്രാക്ട് മേ സ്റ്റിപ്പുലേറ്റ് ഇൻ കോൺട്രാക്ട് ഇറ്റ് സെൽഫ് ദാറ്റ് on its breach specific amount come to be payable as damages. Such sum neither be liquidated damages or penalty. ഇനി കോൺട്രാക്ട് എഴുതുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവാം, കോൺട്രാക്ട് എഴുതുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, ഇങ്ങനെ കോൺട്രാക്റ്റ് ലംഘിച്ചു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ഓഫ് സം എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 1 lakh rupees, ഈ കോൺട്രാക്റ്റ് ലംഘിച്ചു കഴിഞ്ഞാൽ 1 lakh rupees ഞങ്ങൾക്ക് തരണമെന്ന് ആ കോൺട്രാക്റ്റിൽ തന്നെ ഉണ്ടാവും. അതിനാണ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് ഓർ പെനാൽറ്റി എന്ന് പറയുന്നത്. ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ ഫെയർ അല്ലെങ്കിൽ ജെനുവിൻ ആയിരിക്കും. അതായത് പ്രീ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും, മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ടാവും, എത്രത്തോളം ലോസ് ഈ ഒരു ബ്രീച്ച് കൊണ്ട് ഉണ്ടാവുമെന്ന് അവർ മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഡാമേജസ് ആണ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. അതായത് ന്യായമായിട്ടുള്ള ഡാമേജസ്, എത്രത്തോളം നഷ്ടം വരുന്നു എന്ന് നേരത്തെ കണക്ക് കൂട്ടിയതിന് ശേഷം എന്ത് ചെയ്യും, ആ ഡാമേജസ് ആണ് ആ കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്നത്. ഇനി പെനാൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പെനാൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ നഷ്ടം അല്ലെങ്കിൽ ബ്രീച്ച് കൊണ്ട് ഉണ്ടാവുന്നതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി ആയിരിക്കും ചിലപ്പോൾ ഒരു പെനാൽറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുന്നത്. അതൊരിക്കലും പ്രപ്പോർഷനേറ്റ് ആവില്ല, അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് ഡാമേജസിൻ്റെ. ഒരിക്കലും പൊരുത്തമില്ലാത്ത രീതിയിലായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുന്നത്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് തെറ്റിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ. ചിലപ്പോൾ ആ കോൺട്രാക്റ്റ് മുന്നോട്ട് പോയാൽ കിട്ടുന്ന ലാഭത്തിനേക്കാൾ വളരെ വലിയ ഭീമമായ തുകയായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണിത്? ഒരിക്കലും അവർ ബ്രീച്ച് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം അവർ ചെയ്യുന്നത്. Next is quantum merit. That is, the term quantum merit means as much as merited or as much as earned. A right to sue on quantum merit arises where a contract partly performed by one party has become discharged by breach of contract by the other party. This right is to claim the remuneration for service rendered. It is not found on the original contract. The contract is either discharged by breach of contract or it has been void. The quantum merit arises as implied promise by the other party to pay for what has done. അപ്പോൾ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത് ഒരു റീസണബിൾ സം ഓഫ് മണിയാണ്. അതായത് ഒരു കോൺട്രാക്റ്റ് ലംഘിക്കുന്നതിന് മുഖാന്തരം ഇയാൾ ചെയ്ത സർവീസുകൾ ഇല്ലാതാവുന്നില്ല അവിടെ. അപ്പോൾ എന്തെങ്കിലും സർവീസുകൾ, ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, വിച്ച് മീൻസ് ആസ് മച്ച് ആസ് മെറിറ്റഡ് ഓർ ആസ് മച്ച് ആസ് ഏൺഡ്. ഇയാൾ എത്ര സമ്പാദിച്ചു അല്ലെങ്കിൽ ഇയാൾ എത്ര ഏൺ ചെയ്തു, അയാൾക്ക് മറ്റൊരു വ്യക്തിക്ക് അവിടെ ഒരു അൺജസ്റ്റ് ബെനഫിറ്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് കിട്ടുകയാണ്. അതായത് ഈ ഒരു കോൺട്രാക്റ്റ് മുഖാന വേറൊരു പാർട്ടിക്ക് സർവീസ് കിട്ടുകയും ചെയ്തു, അതിൻ്റെ റെമ്യൂണറേഷൻ ഇയാൾക്ക് കിട്ടിയില്ല, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ കോൺട്രാക്റ്റിൽ നമുക്ക് ആ ബെനിഫിറ്റ്, അത്തരത്തിലുള്ള എൻറിച്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് റെമ്യൂണറേഷന് വേണ്ടിയിട്ട് ആ റെമ്യൂണറേഷൻ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് എസ് a doctor and M is a father
which entered into an agreement. M asked S to provide medical care for him while he was sick. In return, he agreed to give his estate to S. അപ്പോൾ എസ് എന്ന് പറയുന്ന ഡോട്ടറാണ്. അവർക്ക് എസ് എന്ന് പറയുന്ന മകളും അതുപോലെ എം എന്ന് പറയുന്ന ഫാദറും. ഈ ഫാദറിന് വേറൊരു മകനുണ്ട്, അതുപോലെ ഈ വേറൊരു വ്യക്തി ഒരു മകനുമുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രദറും ഉണ്ട്. ഈ വ്യക്തി ഈ മകളോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം സിക്കാവുന്ന സമയത്ത് ഇയാളെ ശുശ്രൂഷിക്കണം എന്നുള്ള ഒരു കോൺട്രാക്റ്റാണ് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, ഇയാളെ കെയർ ചെയ്യുന്നതിന് പകരമായിട്ട് ഇയാളുടെ ഒരു എസ്റ്റേറ്റ് ഈ ഒരു എസ്സിന് കൊടുക്കാമെന്ന്, എസ് എന്ന് പറയുന്ന മകൾക്ക് കൊടുക്കാമെന്ന് അയാൾ പ്രോമിസ് ചെയ്യുന്നു. പക്ഷേ ഇയാൾ മരിച്ചതിന് ശേഷം എന്താണ് അയാളുടെ വില്ലിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ എസ്റ്റേറ്റും അയാളുടെ മകനും അതുപോലെ ബ്രദർക്കുമാണ് കൊടുത്തത്. എസ്സിന് ഒന്നും കിട്ടിയില്ല. ഈ എസ്സിന് പ്രോമിസ് ചെയ്ത എസ്റ്റേറ്റ് തിരിച്ചെടുക്കാനായിട്ട്, അതായത് എസ് എന്ത് ചെയ്തതാണ്, ഇയാളുടെ മരണകാലം വരെ ശുശ്രൂഷിച്ചതാണ്, അല്ലെങ്കിൽ അയാളെ സെർവ് ചെയ്തതാണ്. ആ സർവീസിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, തിരിച്ച് ഇയാൾ പ്രോമിസ് ചെയ്ത ആ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാനായിട്ട് ആ ഒരു റിക്കവറി ചെയ്യുന്നതിനെ പറയുന്നതാണ് റെമഡി ഫോർ കോൺറ്റംമെറേറ്റ്. അപ്പോൾ കോൺറ്റംമെറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇയാൾക്ക് കിട്ടിയിട്ടുള്ള അൺജസ്റ്റ്ലി എൻറിച്ച്ഡ് സർവീസ്, അയാൾക്ക് സർവീസ് എന്താണ്, എന്തോ ഒരു ബെനിഫിറ്റ് അയാൾക്ക് എന്താ പറയുക, അയാൾക്ക് അല്ലെങ്കിൽ കിട്ടുമായിരുന്നില്ലാത്ത എന്തോ ഒരു ബെനിഫിറ്റ് അയാൾക്ക് കിട്ടി. ഇപ്പോൾ ആരാണ് അവിടെ ഒന്നുമില്ലാതെ നിൽക്കുന്നത്, എസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ എസ്സിന് എന്ത് പറ്റി, അവിടെ എന്തോ ഒരു നഷ്ടം സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് നികത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ക്ലെയിം ചെയ്യുന്ന പേരാണ് നമ്മൾ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം മെറിറ്റ് മീൻസ് ഇപ്പോൾ വ്യക്തമായല്ലോ. അപ്പോൾ ക്വാണ്ടം മെറിറ്റ് ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്ട് ലോസിൽ മകളും അച്ഛനും എന്നാവണം എന്നില്ല, വേറെ വ്യക്തികൾ തമ്മിലാവാം. എന്തെങ്കിലും സർവീസ് കിട്ടിയതിന് ശേഷം അതിന് റെമ്യൂണറേഷൻ കൊടുക്കാതിരിക്കുക, അതിനെ നമ്മൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജായി പോയാലും ആ റെമ്യൂണറേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. So in other words, it means that the other party who has received the services is unjustly benefited and it must return the party who have provided it. അപ്പോൾ ആർക്കാണോ ആ നഷ്ടം സംഭവിച്ചത്, ആ നഷ്ടം സംഭവിച്ച വ്യക്തിക്ക് എന്ത് ചെയ്തിരിക്കണം, അയാൾക്ക് തിരിച്ച് അതിൻ്റെ റെമ്യൂണറേഷനോ എന്താണോ അത് തിരിച്ച് കിട്ടിയിരിക്കണം. നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്, ഒന്നുകൂടി വിശദമായിട്ട് അവിടെ പറയുകയാണ്. നെക്സ്റ്റ് ഇസ് സ്പെസിഫിക് പെർഫോമൻസ്. ഇവിടെ സ്പെസിഫിക് പെർഫോമൻസ്. Specific performance means fulfilling a promise made under contract as agreed. A suit for specific performance can be filed by any party in the court for competent jurisdiction who has suffered loss due to non-performance of contract on the part of other party to the contract. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ലംഘിച്ച് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് മുഖേന്തരം എന്ത് ലോസ് ആണോ ഇദ്ദേഹത്തിന് എന്ത് ലോസ് വന്നു, ഇദ്ദേഹത്തിനോ അല്ലെങ്കിൽ അതർ പാർട്ടീസിനോ ആർക്ക് വേണമെങ്കിലാകാം, അവിടെ ഒരു കേസ് ഫയൽ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ പെർഫോമൻസ്, ഈ കോൺട്രാക്റ്റ് തുടർന്ന് കൊണ്ടുപോകുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക, അത് മാത്രമേ ഓപ്ഷനുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ പ്രോമിസ്, എന്ത് പ്രോമിസാണോ മേക്ക് ചെയ്തത് ആ കോൺട്രാക്റ്റ് എഗ്രി ചെയ്ത പ്രോമിസ് തന്നെ ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ ആ പെർഫോമൻസ് തന്നെ ചെയ്താൽ മതി എന്ന് അതിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്യൂ ചെയ്യാം, സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടി സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒരു പ്രതിവിധിയാണ് എന്തിന്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന്. അപ്പോൾ ഇവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ സം കേസസിൽ മാത്രമേ സ്പെസിഫിക് പെർഫോമൻസ് അവാർഡ് ചെയ്യുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. the contract in such nature that the compensation money is not adequate. അതായത് നമുക്ക് ഒരിക്കലും പൈസ കൊണ്ട് നികത്താൻ പറ്റാത്തത്രയും ഡാമേജുകൾ വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ പൈസ കൊടുത്തുകൊണ്ട്, ഡാമേജസ് ക്ലെയിം കൊടുത്തതുകൊണ്ട് മാത്രം, കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് മാത്രം ആ ഒരു പൊസിഷനിലേക്ക് പിന്നീട് വരാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ സ്പെസിഫിക് പെർഫോമൻസ് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ സ്പെസിഫിക് പെർഫോമൻസ് ഓപ്ഷൻ കൊടുക്കും. ഇനി when there exist no standard for ascertaining the actual damages caused by the non-performance of act. non-performance കൊണ്ട് എന്തൊരു കാര്യമാണ് അല്ലെങ്കിൽ ആക്ച്വൽ ഡാമേജ് എന്താണെന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധത്തിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ല, അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അവിടെ പെർഫോമൻസ് കൊണ്ടേ അത് ശരിയാക്കാൻ പറ്റുള്ളെങ്കിൽ അവിടെയും എന്ത് ചെയ്യുന്നു, അവിടെയും ഈ പറയുന്ന റെമഡി എന്ന് പറയുന്നത് സ്പെസിഫിക് പെർഫോമൻസ് ആണ്. ഇനിയിപ്പോൾ പ്രോബബിൾ കോമ്പൻസേഷൻ നമുക്ക് മണിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിലും അവിടെ എന്താണ്,
സ്പെസിഫിക് പെർഫോമൻസ് മാത്രമേ കോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളൂ, അല്ലെങ്കിൽ ലാൻഡോ ബിൽഡിങ്ങോ അത്തരത്തിലുള്ള യുണീക്ക് ക്യാരക്ടറായിട്ടുള്ള കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അവിടെയും എന്തുള്ളൂ, അവിടെയും ഈ ഒരു സ്പെസിഫിക് പെർഫോമൻസ് മാത്രമേ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ എങ്കിൽ അവിടെ സ്പെസിഫിക് പെർഫോമൻസ് ചെയ്യുകയെ നിവർത്തിയുള്ളൂ. ദെൻ ഇനി ചില കാര്യങ്ങളിൽ കോർട്ട് ഈ സിറ്റുവേഷൻസിൽ കോർട്ട് ഇത് അവാർഡ് ചെയ്യില്ല. അതായത് മോണിറ്ററി കോമ്പൻസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. മോണിറ്ററി കോമ്പൻസേഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സ്പെസിഫിക് പെർഫോമൻസിന് ആവശ്യമില്ല, മോണിറ്ററി കോമ്പൻസേഷൻ കൊണ്ട് തന്നെ അയാളെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും. ദെൻ ദ കോൺട്രാക്ട് ഈസ് പേഴ്സണൽ നേച്ചർ ലൈക്ക് കോൺട്രാക്ട് ടു മാരി, പേഴ്സണൽ ആയിട്ടുള്ള നേച്ചറാണ്. കോൺട്രാക്ട് ടു മാരി ഒക്കെ ആണെങ്കിൽ അവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ടിന് പെർഫോമൻസ് ചെയ്യാനായിട്ട് നിർബന്ധിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ കോർട്ട് കനോട്ട് സൂപ്പർവൈസ് ഇറ്റ്സ് എക്സിക്യൂഷൻ, കോർട്ടിന് നേരിട്ടൊരു സൂപ്പർവിഷൻ നടത്താനായിട്ട്, എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർവിഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ദെൻ and the last one is contract is not certain or inadequate. ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റിഫിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു യുണീക്ക് അല്ല, certain അല്ല. കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഒരു തുല്യതയില്ലാത്ത ഇന്നിക്വാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യില്ല, ഇന്നിക്വിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെയും സ്പെസിഫിക് പെർഫോമൻസിന് കോടതി വിധിക്കാറില്ല. And the last one in this chapter is an injunction. An injunction is an order of the court to restrain the wrongdoer from doing or continuing a wrongful act. അപ്പോൾ റിസ്ട്രെയിൻ ചെയ്യുക, നിയന്ത്രിക്കുക, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ റോങ് ഡൂയിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആക്ട് കണ്ടിന്യൂ ചെയ്യുന്നതിൽ നിന്ന് നിയന്ത്രിക്കാനായിട്ട്, റിസ്ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കോർട്ട് എന്ത് ചെയ്യുകയാണ്, ആരാണോ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ, ഡിഫൻഡിനെതിരായിട്ടൊരു ആക്ഷൻ, പെട്ടെന്ന് അദ്ദേഹം ചെയ്യുന്ന ജോലികൾ എന്ത് ചെയ്യാനായിട്ട്, നിർത്തിവെക്കാനായിട്ട് ഒരു ഓർഡർ കൊടുക്കുകയാണ്. അതൊരു റിലീഫാണ് സത്യം പറഞ്ഞാൽ പ്ലെയിൻറ്റിഫിനെ സംബന്ധിച്ചിടത്തോളം. സോ ഇൻജങ്ഷൻസ് ആർ യൂഷ്വലി ഗ്രാൻഡഡ് ടു എൻഫോഴ്സ് നെഗറ്റീവ് സ്റ്റിപ്പുലേഷൻ ഇൻ ദ കോൺട്രാക്റ്റിലുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സ്റ്റിപ്പുലേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ത്രട്ടൺ ചെയ്യുന്ന, അയാളെ ത്രട്ടൺ ചെയ്യുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അയാൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ അൺജസ്റ്റ് അല്ലെങ്കിൽ ഇൻക്വിറ്റബിൾ ആയിട്ടുള്ള ഇൻജൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലെയിൻറ്റിഫിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു എന്ത് ചെയ്യുന്നു, അതിനെ റെസ്ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യം, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു റിലീഫ് കൊടുക്കാനായിട്ട് കോർട്ടിന് സാധിക്കുന്നുണ്ട്. അതാണ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻജങ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ, റോങ് ഡൂവറിനെ എന്ത് ചെയ്യാനായിട്ട്, അയാളുടെ ആക്ട് നിർത്തിവെക്കാനായിട്ട്, നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രൊഹിബിറ്റീവ് വിസ്റ്റാണ് എന്ത് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓപ്ഷൻസ് അല്ലെങ്കിൽ റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ ഓപ്ഷൻസ്, അതിലെ ഓപ്ഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് റിസിഷൻ ഓഫ് കോൺട്രാക്ട്, സ്യൂട്ട് ഫോർ ഡാമേജസ്, സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ, ദെൻ സ്യൂട്ട് അപ്പോൺ കോൺടെംപ്റ്റ്, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സ്റ്റുഡൻസ്. ഹാവ് എ നൈസ് ഡേ.